മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വീണ്ടും വീണ്ടും രാഹുൽ ഗാന്ധി ലോക പരാജയമായിട്ട് മാറിയിരിക്കുകയാണല്ലോ. നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ, നമ്മുടെ വിദേശ നാണ്യ ശേഖരത്തെ പിടിച്ചു നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് ഒരു കൊല്ലത്തേക്ക് സ്വർണം വാങ്ങുന്നത് പരമാവധി നിർത്തിവെക്കാൻ, അതേപോലെ തന്നെ വിദേശ യാത്രകൾ, പ്രത്യേകിച്ച് ടൂറ് പോലെയുള്ളത് പരമാവധി ഒഴിവാക്കാൻ, യാത്രകൾ പരമാവധി കുറയ്ക്കാൻ, അങ്ങനെ ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചോ. ഇതൊക്കെ തന്നെ നമ്മുടെ വിദേശ നാണ്യത്തെ വലിയ രീതിയിൽ രാജ്യത്ത് തന്നെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമന്ത്രി ലക്ഷ്യം വെച്ചിട്ടുള്ളത്. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്, യുദ്ധം തുടങ്ങിയിട്ട് ഈ പറയുന്ന ഇസ്രായേൽ, ഇറാൻ ഗൾഫിലേക്ക് ആക്രമിക്കുന്നത്, ഇതൊക്കെ തുടങ്ങിയിട്ട് ഇന്നേക്ക് 74 ദിവസം പിന്നിട്ടു. 74 ദിവസത്താ നമ്മളിപ്പോ ഈ എത്തി നിൽക്കുന്നത്. ഈ ഒരു ദിവസം വരെ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ പെട്രോൾ വിലയോ ഡീസൽ വിലയോ അധികരിപ്പിച്ചിട്ടില്ല. ഈ ഒരു തരത്തിൽ നമ്മുടെ രാജ്യത്തെ നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് കൊണ്ടുപോവുക. പ്രധാനമായിട്ടും ഇനി രാജ്യത്തെ ജനങ്ങളോട് രാജ്യത്തെ സുരക്ഷിതമാക്കൂ, രാജ്യത്തിനൊപ്പം നിൽക്കൂ. ഇതൊരു പ്രധാനമന്ത്രി ഇതല്ലാതെ എന്താണ് ഈ സന്ദർഭത്തിൽ വിളിച്ചു പറയേണ്ടത്? നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണോ ലോകത്ത് യുദ്ധം നടക്കുന്നത്? അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് എന്ത് ബന്ധമാണ് ഈ യുദ്ധത്തിലുള്ളത്? ഒരു ബന്ധവുമില്ല. ഇത് ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുകയാണ്. ഇതിലൂടെയാണ് വലിയ രീതിയിൽ പെട്രോളിനൊക്കെ തന്നെ ലോകമൊത്തം വില അധികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയായി ബന്ധപ്പെട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി രംഗത്തെത്തിയിട്ട് പരമാവധി യാത്രകൾ ഒഴിവാക്കൂ, പരമാവധി വീട്ടിൽ നിന്ന് ജോലിയെടുക്കൂ, പരമാവധി വിദേശയാത്രകൾ ഒഴിവാക്കൂ, സ്വർണം വാങ്ങുന്നത് ഒരു വർഷത്തേക്ക്. ഇതൊക്കെ തന്നെ പുറത്തു നിന്ന് വരുന്നതാണ്. നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ പണം മറ്റു രാജ്യങ്ങളിലേക്ക്, വിദേശങ്ങളിലേക്ക്, പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത് പരമാവധി കുറയ്ക്കാൻ ഈ സമയത്ത് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടോ? സ്വർണം വാങ്ങരുത്, വിദേശത്തേക്ക് പോകരുത്, ഇന്ധനം മിതമായി ഉപയോഗിക്കണം, ജനങ്ങളെല്ലാം ത്യജിക്കണമെന്ന് പറയേണ്ടി വന്നത് പ്രധാനമന്ത്രിയുടെ പരാജയമാണ് എന്നാണ് ഒരു ഉളുപ്പുമില്ലാതെ രാഹുൽ ഗാന്ധി ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയത്. ഞാനൊരു കാര്യം എടുത്തങ്ങ് പറയാം. രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ വലിയ കൊട്ടേഷൻ ഏറ്റെടുത്താണ് രാജ്യത്തുടനീളം ഇപ്പോ നടന്നുകൊണ്ടും തോന്നിയത് വിളിച്ചും പറഞ്ഞ് നടക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കമില്ലാത്ത വിഷയം. അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ രാജ്യത്തെ പിടിച്ചു നിർത്തുന്നതുമായി, നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ പിടിച്ചു നിർത്തുന്നതുമായി ബന്ധപ്പെട്ടൊരു ആഹ്വാനം ജനങ്ങളോട് നടത്തിയതിൽ എങ്ങനെയാണ് പ്രധാനമന്ത്രി പരാജയം എന്നൊക്കെയാ രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നത്? അങ്ങനെയാണെങ്കിൽ സ്വന്തം മുത്തശ്ശി ഇന്ദിരാഗാന്ധി ലോക പരാജയമാണോ? ഈ സമയത്തും ഇന്ദിരാഗാന്ധിയുടെ പേരും പൊക്കിയല്ലേ ഇന്ന് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത്? അന്ന്, അതായത് ഇന്ദിരാഗാന്ധി രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞതിന്റെ ഒരു വാർത്തയാ ഞാൻ ഇവിടെ കൊടുക്കുന്നത്. സ്വർണം വാങ്ങരുത്, ഇന്ദിര ആളുകളോട് പറയുന്നു, ദേശീയ അച്ചടക്കത്തിന് അഭ്യർത്ഥിക്കുന്നു. ഈ വാർത്തയിൽ ഹെഡിങ് ആയിട്ട് വന്നിട്ടുള്ളതാ ദി ഹിന്ദുവില് വളരെ വ്യക്തമായിട്ട്. ഇത് മാത്രമാണ് എത്ര 2013 കോൺഗ്രസിന്റെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞത് ഞാനൊന്ന് ഇവിടെ കൊടുക്കാം. 2013 നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. Please resist the temptation to buy gold. And we can have it for 6 months, 1 year. Almost minimal gold imports into the country. It will dramatically change the situation of the current account deficit. നിങ്ങൾ കേട്ടില്ലേ? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു, സ്വർണം വാങ്ങാനുള്ള പ്രലോഭനത്തെ ദയവായി ഒഴിവാക്കുക. നമുക്കത് 6 മാസമോ 1 വർഷമോ കഴിഞ്ഞ് ചെയ്യാം. സാധ്യമായ ഏറ്റവും കുറഞ്ഞ സ്വർണം മാത്രമേ രാജ്യത്ത് നിലവിലുള്ള വ്യാജ നാണയങ്ങളുടെ അവസ്ഥയെ നാടകീയമായി മാറ്റുകയുള്ളൂ. അതായത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പി ചിദംബരം, നിങ്ങൾ സ്വർണം വാങ്ങുന്നത് കുറയ്ക്കൂ, ഒഴിവാക്കൂ എന്ന. ഇത് എത്ര സമയങ്ങളിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നിരന്തരം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നിരന്തരം പെട്രോളൊക്കെയായി ബന്ധപ്പെട്ട് റോഡുകൾ ഉപയോഗിക്കുന്നത് പോലും നിരവധി തവണ, ആഴ്ചയിൽ 1 തവണയാക്കൂ എന്നൊക്കെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വലിയ സംഭവവും മോദി പറയുമ്പോൾ പിടിപ്പുകേടും.
എന്തൊരവസ്ഥയാ രാഹുൽ ഗാന്ധിയൊക്കെ എത്രത്തോളമാണ് നിലവാരം. ഇപ്പൊ ഒരുപാട് ആളുകൾ രാഹുൽ ഗാന്ധി ആ നിലവാരമില്ലായ്മയിലേക്ക് തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുക. രാജ്യത്ത് ബോധമുള്ള ജനത രാഹുൽ ഗാന്ധിയെ നോക്കി പുച്ഛിക്കുക. രാഹുൽ ഗാന്ധിയുടെ സ്വന്തം മുത്തശ്ശിയായിട്ടുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, മുൻ പ്രധാനമന്ത്രി, ഇതേ രീതിയിൽ നിരന്തരം രംഗത്തെത്തിയിട്ടുണ്ട്. നിരന്തരം. ഇനി 1991 ഗൾഫ് യുദ്ധകാലത്ത് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയോ? അന്ന് വലിയ രീതിയിൽ വിലക്കയറ്റം. വെറും ഒരാഴ്ചത്തേക്ക് ഉപയോഗിക്കാനുള്ള വിദേശ നാണ്യം മാത്രമേ ആ കാലത്ത് നമ്മുടെ രാജ്യത്തിനുള്ളായിരുന്നു. ഇന്നൊരു കൊല്ലത്തേക്കുള്ളത് നമ്മുടെ കയ്യിലുണ്ട്. മാത്രമല്ല, അന്ന് വിദേശങ്ങളിൽ നമ്മുടെ സ്വർണം പണയം വെച്ചു. അന്ന് കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോ അത്രത്തോളം ഗതികെട്ട അവസ്ഥയിലായിരുന്നു. ആ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി ഇന്ന് പ്രധാനമന്ത്രി പരാജയമാണ് എന്നൊക്കെ പറയുമ്പോ എന്തൊരു ദുരന്താണ് ഈ രാഹുൽ ഗാന്ധി. ഓരോ ആളുകളും ചിന്തിക്കണോ, പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പെട്രോളിന്, ഡീസലിന് വലിയ രീതിയിൽ വില കൂടി. 70% വില വർദ്ധിച്ചോ? അമേരിക്കയിൽ വില വർദ്ധിച്ചോ? ചൈനയിൽ വില വർദ്ധിച്ചോ? ഇതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ കേരളത്തിലെ സുഡാപ്പികൾ, ജിഹാദികൾ, തീവ്ര ചിന്താഗതിക്കാര്, സകല മോദി വിരുദ്ധരും ഒരേ സ്വരത്തിൽ പറയും അത് UAEയുടെ സമ്പദ് വ്യവസ്ഥ പിടിച്ചു നിർത്താനാണ് UAEയിൽ അധികരിപ്പിച്ചത്. UAE ഭരണാധികാരികൾക്കെതിരെ ഒരു അക്ഷരം പറയൂല. അത് ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ, അതുകൊണ്ടാണ് അവിടെ വില കൂട്ടിയത്. എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രിയോ നമ്മുടെ യുദ്ധത്തിൽ ഒരു തരത്തിലൊരു പങ്കുല. എന്നിട്ടും അത് നമ്മുടെ രാജ്യത്തെ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തേക്ക് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാം. നമ്മൾ പുറത്ത് നിന്ന് കൊണ്ടുവരുന്നതാ. UAE പോലെ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥ പോലെയല്ല. എന്നിട്ട് നമ്മുടെ രാജ്യത്ത് പെട്രോളിനോ ഡീസലിനോ വില കൂടുന്നേയില്ല, കൂട്ടിയിട്ടില്ല. അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ ദിനം പ്രതി 1600, 1700 കോടി രൂപ ദിനം പ്രതി ചിലവഴിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അത്രത്തോളം ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഭരണാധികാരികൾ നിലകൊള്ളുക. ഇതുവരെ ഒരു വില കൂടുന്നില്ല. ചൈനയിലെ വില അധികരിപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞാൽ അതാവുന്നത് പോലെ ന്യായീകരിക്കും. അമേരിക്കയിലേത് കൂടിയത് പറഞ്ഞാൽ അതും ആവുന്നത് പോലെ. പക്ഷെ മോദി ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണോ? അത് പറയുമ്പോൾ ഇവിടെ വലിയ കുരുമുട്ടൽ. ഈ ഒരു രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നത് പോലെയാ ലോകത്തൊരു യുദ്ധം നടക്കുക. നമ്മുടെ രാജ്യത്ത് അതുമായി ബന്ധപ്പെട്ട് ബാധിക്കാതെ മുന്നോട്ട് പോവാൻ ജനങ്ങൾ സഹകരിക്കണമെന്നൊക്കെ പ്രധാനമന്ത്രി പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിനകത്തെ ആ രാഷ്ട്രീയ വിയോജിപ്പുകളൊക്കെ മാറ്റിവെച്ച് ഇത് രാജ്യ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി പറയുന്നത് എന്നൊരു ചിന്ത ഈ രാജ്യത്തെ പൗരന്മാരിൽ ഉണ്ടാവേണ്ടത് വളരെ വലിയ യാഥാർത്ഥ്യം. നമ്മുടെ കേരളത്തിലൊക്കെ വലിയ രീതിയിൽ മോദിക്കെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ ഈ വിഷയത്തിൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യര് എതിർക്കാൻ സാധിക്കും. ഇത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയല്ലേ. രാഹുൽ ഗാന്ധി അങ്ങനെ ഒരാൾ ഇനിയിപ്പോ പട്ടായയിലേക്ക് ബുക്ക് ചെയ്യൽ കൂട്ടാൻ മതി. കാരണം വിദേശയാത്ര പോകരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ പ്രതിഷേധത്തിലായെന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാരെ പറ്റിക്കാൻ രാഹുൽ ഗാന്ധി പട്ടായക്ക് ഒരു 100 ടിക്കറ്റ് ഇപ്പൊ ബുക്ക് ചെയ്യും. അതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു നിലവാരം എന്ന് പറയുന്നത്. മലയാളികൾ, വിവേകമുള്ള മലയാളികൾ തിരിച്ചറിയ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഈ ഒരു ആഹ്വാന പ്രകാരം സ്വർണത്തിന് വരെ വില ഇടിവിലേക്ക് വരികയാണ്. പല രീതിയിലും ഇത് വലിയ രീതിയിൽ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തെ വലിയ രീതിയിൽ സ്വീകരിക്കൂ. ആവുന്നത് പോലെ ഈ പറയുന്ന നരേന്ദ്രമോദി പറയുന്ന ഓരോ കാര്യങ്ങളും ആവുന്നത് പോലെ അക്ഷരം പ്രതി അനുസരിക്കാൻ കോടിക്കണക്കിന് ജനങ്ങൾ ഈ രാജ്യത്തുണ്ട് എന്നുള്ളതും വലിയ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വളരെ വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ വിദേശ നാണ്യത്തെ പിടിച്ചു നിർത്താന്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഉറപ്പിച്ചു നിർത്താന് നരേന്ദ്രമോദിയുടെ ഈ ആഹ്വാനം വലിയ രീതിയിൽ രാജ്യത്തിന് മുതൽക്കൂട്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഏതായാലും രാഹുൽ ഗാന്ധിയും കൂട്ടരൊക്കെ പട്ടായ പിടിക്കാനുള്ള വലിയ മത്സരത്തിലായി. ഇപ്പൊ പ്രതിഷേധാന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഇത്ര പരാജയം, സ്വന്തം മുത്തശ്ശി പോലും, സ്വന്തം പാർട്ടിയിലെ മിക്കവാറും ലീഡേഴ്സ് ഇതുപോലെയുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ഇതൊന്നും കാണാതെ ചാടിവിടി മോദിക്കെതിരെ ഈ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ രാഹുൽ ഗാന്ധിയുടേത്, ഇതൊക്കെ ബോധമുള്ള സകല ആളുകളും പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യണം.